അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എല്ലാവരും ചെയ്യുന്ന ഒരേ പ്രൊസീജിയേഴ്സൊക്കെ ആണെങ്കിൽ കൂടി ചില ആൾക്കാർക്ക് ഭയങ്കരമായ റിസൾട്ട് കിട്ടുന്നുണ്ട്, ഒരു നല്ലപോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് സംഭവിക്കുന്നില്ല. അപ്പോൾ അതിലേക്കുള്ള ഞാൻ എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഡീപ്പായി നോക്കുന്ന സമയത്താണ് ഒന്നാമത്തെ കാര്യം, അവർക്ക് ചൈൽഡ്ഹുഡ് പരമായിട്ടുള്ള പല ട്രോമകളും ചില ലിമിറ്റിംഗ് ബിലീഫ്സുകളും ചില ബ്ലോക്കേജുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഹീലിംഗ് ചെയ്തിട്ട് റെഡിയാക്കാം. രണ്ടാമത്തെ കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് കാരണം മൈൻഡിന് പല ഡയമെൻഷൻസ് ഉണ്ട്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്, ഒരു സൂപ്പർ കോൺഷ്യസ് മൈൻഡ്. അങ്ങനെ 4 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ജീവിച്ച് വന്ന സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് ഒരുപാട് ലിമിറ്റഡായി പോയിട്ടുണ്ടാവും. അപ്പം പല കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം ഇത് നടക്കൂല. അപ്പം എപ്പോഴെങ്കിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൺവിൻസ് ആവുകയാണ് ഇത് ഒരു സക്സസ്സിനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, ഇത് സക്സസ് ആണ് എന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ബോധ മനസ്സിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് അതുപോലെ അതിലേക്ക് അങ്ങോട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റൂല. ഇതിന് അതിൻ്റെതായ ചില മെത്തേഡ്സ് ഉണ്ട്. കാരണം കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുകയാണ്. പുസ്തകം വായിച്ച് നിങ്ങൾ ആ പുസ്തകം വായിച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾ വായിച്ചത് മുഴുവൻ കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റെക്കായി നിൽക്കുക. കാരണം ഒരു പുസ്തകം മുഴുവൻ വായിച്ചാൽ അതിൽ സ്റ്റെക്കായി നിൽക്കുന്ന 1, 2, 3 പോയിന്റ്സൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ബാക്കിയുള്ള അധിക കാര്യങ്ങളും ആ കോൺഷ്യസ് മൈൻഡ് അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റലുണ്ടാവില്ല. അപ്പം അത് ഒരിക്കലും നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങുന്നുമില്ല. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പുസ്തകം വായിച്ചത് കോൺഷ്യസ് മൈൻഡിൽ നിൽക്കുന്നു, ഓർത്ത് ചെയ്യുമ്പോൾ തന്നെ ആ ടച്ച് വിട്ടു പോകണമെന്ന് മറന്നു പോകണം, ആ രീതിയിലായി പോകുന്നുണ്ട്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ വിചാരിക്കും ഐ ആം സക്സസ്ഫുൾ. അഫർമേഷൻസ് നമ്മൾ ചെയ്യും. അഫർമേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം സക്സസ്ഫുൾ, അങ്ങനെ പല അഫർമേഷൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ 25-30 വയസ്സായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും കാലം നമ്മൾ വിചാരിച്ച പല തോട്ട് പ്രോംസ് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടിത് പറ്റൂല, ഇതെനിക്ക് ശരിയാവില്ല, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ അങ്ങനെ ലിമിറ്റ് അങ്ങനെ 25-30 കൊല്ലം നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച ഒരു സ്ട്രോങ് ഒരു ഐഡിയ ഉണ്ട് സബ് കോൺഷ്യസ് മൈൻഡിന്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വന്നിട്ട് ഐ ആം സക്സസ്ഫുൾ ഇതാണ് ഇങ്ങനെ വലിയ തള്ളുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് പറയും അങ്ങനെ നിർത്തിക്കാള്, ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോണില്ല എന്ന്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ വിശ്വസിക്കാത്തോടത്തോളം കാലം നമ്മൾ ആ സക്സസ്സിലേക്ക് നമുക്ക് എത്താനും പറ്റൂല. അപ്പം അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കേസിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യം. അപ്പം ഇത് എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ ആയിപ്പോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഓരോ നെഗറ്റീവ് തോട്ട്സ്, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്നോ അവിടെ നിന്നെങ്കിലൊക്കെ ആരെങ്കിലും നമ്മളൊന്ന് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ പെർഫോം ചെയ്യാൻ പോകുമ്പോൾ അത് നീ ചെയ്താൽ ശരിയാവില്ല. അപ്പം അങ്ങനെ പറയുന്ന ചെറിയ സംഭവങ്ങൾ, ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് ട്രിഗർ ആവും. പിന്നെ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിലും ആ ട്രിഗറായ സംഭവങ്ങൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആയി പോയിട്ടുണ്ടാവും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പാരൻസിനോടൊക്കെ അധികം പറയാറുണ്ട്. കാരണം കുട്ടികളോട് ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റൂല ആ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ പല കൗൺസിലിങ്ങുള്ള ആൾക്കാർ സൈക്കോളജിസ്റ്റൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയാൻ നിൽക്കരുത്. കാരണം അത് ചില കാര്യങ്ങൾ ഓരോ മൈൻഡിൽ അത് രജിസ്റ്റർ ആയി പോകും. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അതങ്ങ് ഡീപ്പായിട്ട് അങ്ങ് മുറിവേൽക്കും പോലെ രജിസ്റ്റർ ആയി പോകും. അപ്പം പിന്നെ അവർ ഫേസ് ചെയ്യുന്ന ലൈഫ്, ഈ ചെറിയ കുട്ടി വലുതായി വരുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ഈ ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഫേസ് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവങ്ങൾ വല്ലാണ്ട് അവൻ ലിമിറ്റ് ചെയ്യും. പല കാര്യങ്ങളും കാരണം എല്ലാവരും സത്യം പറഞ്ഞിട്ട് എക്സ്ട്രാ ഓർഡിനറി അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഭയങ്കര ഇതാണ്, എനിക്ക് കിട്ടേണ്ട ഒരു ഇൻകം ഇത്രയേ ഉള്ളൂ, എൻ്റെ IQ ഇത്രയേ ഉള്ളൂ, എൻ്റെ എൻ്റെ ഫിനാൻഷ്യൽ ഇത്രയും ഭയങ്കര സക്സസ് ആവാനുള്ള എൻ്റെ ഇത്രയും കിട്ടുള്ളൂ, ഞാൻ കുറച്ച് കഴിയുന്ന സമയത്ത് ഏകദേശം ഇത്ര ഫിനാൻഷ്യൽ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ സംഭവത്തിലും നമ്മൾ ലിമിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ലിമിറ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോളിന് ഇപ്പം ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് എത്ര അബണ്ടൻസ് വേണമെങ്കിൽ കൊടുക്കാനുള്ളൊരു എനർജി അവിടെ ഉണ്ട്. അപ്പോൾ അതിനും അവിടെ നമ്മൾ കാരണം ചോദിക്കാൻ നമുക്കത് കിട്ടൂല. ചോദിക്കാനുള്ളൊരു മൈൻഡ് സെറ്റോ ചോദിക്കാനുള്ളൊരു ഇതുപോലും കാരണം ഈ ലിമിറ്റിംഗ് ബിലീഫ് കൊണ്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം നമ്മളെക്കാളും നമ്മുടെ സോളിന് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഈ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് പോയി കിട്ടണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. കാരണം സോളിന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെർഫെക്ഷൻ, ആ ഒരു ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം, ആ ഒരു അൺലിമിറ്റഡ് സംഭവങ്ങൾ, ആ ഒരു ലെവലിലാണ് സോൾ നിൽക്കുന്നത്. അപ്പം അതിന് നമ്മുടെ ഈ ഒരു ബാരിയർ ഭയങ്കര വലുത് തന്നെയാണ്. അപ്പം അത് ഓവർകം ചെയ്തേ പറ്റൂ.
പക്ഷെ അത്ര എളുപ്പമല്ല. കാരണം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പല ഇവൻറ്റ്സ് നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക്കലി അത് റെക്കോർഡ് ചെയ്ത് ഒരു ടേപ്പ് റെക്കോർഡ് പോലെ തന്നെ ആ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഓരോ ഇവൻറ്റ്സും. അപ്പം അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ അത് തന്നെ പ്ലേ ചെയ്യാൻ നോക്കും. അതാണ് നമ്മുടെ ലൈഫിൽ പിന്നെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ആ ലിമിറ്റിംഗ് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പല കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആ ലിമിറ്റിംഗ് സംഭവങ്ങൾ അത് ചിലപ്പോൾ പണ്ട് പറഞ്ഞ ഓരോ ട്രിഗറുകളും മറ്റും സംഭവിച്ചതായിരിക്കാം. അപ്പോൾ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഇന്നർ ചൈൽഡ് അങ്ങനത്തെ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ഹീലർ ആരെങ്കിലും, കാരണം ഇത് 2 ലെവലിലും, സൈക്കോളജി ലെവലിലും പോകണം, ഒരു സ്പിരിച്വൽ ലെവലായിട്ടൊരു രീതിയിലും പോയിട്ട് അത് നമ്മൾ ക്ലിയർ ചെയ്യണം. കാരണം അത് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ്സിന് ഭയങ്കര അധികം ഒരു ബാരിക്കേഡ് തന്നെയാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ അഫർമേഷൻസ് ആണ്. അപ്പം നമ്മളോട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇതെന്നെ കൊണ്ട് നടക്കില്ല, ഇത് പറ്റൂല, അത്ര വലിയ വീടൊക്കെ ഉണ്ട്, അതൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ല, നമ്മൾ ഈ ഒരു ലെവൽ ആ ഒരു സംഭവം മാറണം. നിങ്ങൾ തന്നെ മാറ്റി നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് പറയുന്ന സംഭവങ്ങൾ നിങ്ങൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ചില പോയിന്റിൽ നിങ്ങൾ വീണ്ടും നെഗറ്റീവ് അടിക്കുക. ആ സമയത്ത് നിങ്ങളെ പിടിക്കണം, കയ്യോടെ പിടിച്ച് അത് മാറ്റണം. ആ ഡയലോഗ് ഡെലിവറി മാറ്റി തന്നെ കൊണ്ടുവരണം. അത് പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു കള്ളം എന്താ പറയുക, ഒരു 100 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ആ കള്ളം ചിലപ്പോൾ നമ്മളെ സത്യമായിട്ട് വരും. അതിനുള്ള ആ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ സംഭവിക്കും. രണ്ടാമത്തെ കാര്യമാണ് വിഷ്വലൈസേഷൻ. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എന്തെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇവൻറ്റ്, അത് ആ ഇവൻറ്റിൻ്റെ ഔട്ട്കം, അവസാനത്തെ സംഭവം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, അതിങ്ങനെ ഫീൽ ചെയ്യണം, അത് ഹിയർ ചെയ്യണം. ആ സംഭവം അപ്പം ഉണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് സംഭവം നമ്മളെ മനസ്സിൽ വേണം. അപ്പോൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഫീലിംഗ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു ക്രൈറ്റീരിയ. ആ ഫീലിംഗ് ഇല്ലെങ്കിൽ കാരണം യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ഫീലിംഗ്. അപ്പം കഴിയുന്നതും പിക്ചേഴ്സ് അല്ലാണ്ട് ഒരു വീഡിയോ പോലെ നമ്മളെ മൈൻഡിൽ ആ ഒരു വിഷ്വലൈസേഷൻ വരണം. കാരണം ഒരുപാട് ലൈഫ് നമ്മൾ കണ്ടിട്ട് നമ്മൾ ഈ ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് പൊട്ടിക്കണമെങ്കിൽ പുതിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളൊരു ലൈഫ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ആക്ടറാണ്. നിങ്ങളെ ലൈഫിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. അങ്ങനെ പല കേസുകൾ, ഇപ്പോൾ ഒപ്രാൻ്റെ കേസുണ്ട്, ജിം കാരിൻ്റെ കേസ്. ഇപ്പോൾ ഒപ്രാൻ്റെ കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിഷ്വലൈസ് ചെയ്ത് ഇത്രയും സക്സസ്ഫുൾ ആയ ഒരാളാണ്. അപ്പോൾ അവരുടേതായ സ്വന്തമായ ഒരു TV ഷോ ഉണ്ടാവുന്നു, അതിലുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അത് ആൾക്കാരിലേക്ക് എത്തുന്നു, അതായത് ആൾക്കാരുടെ ലൈഫിൽ അത് കേട്ടിട്ട് ആൾക്കാരുടെ ലൈഫിലും ആ ലെവലിൽ വരെ, കാരണം ഓരോ കാര്യമില്ല ആൾക്കാരുടെ ലൈഫിൽ വരെ ഇമ്പാക്റ്റ് ചെയ്ത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് ഒന്നുമല്ലാത്തോടത്തുനിന്ന് ഭയങ്കര സക്സസ്ഫുൾ ആയ ഒരാളാണ്. അപ്പം അതിനുള്ള ആക്ഷൻ എടുക്കണം. പക്ഷേ ഇതും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഐഡിയകളും സ്ട്രൈക്കാവും. കാരണം ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ജാക്ക് കാൻഫീൽഡ് പറഞ്ഞൊരു കോച്ചിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓതറാണ്. അപ്പോൾ അയാൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇയാൾ ഗ്രാൻഡ്മാൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ അവിടെ ഒരു റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു പുസ്തകം കാണുന്നു. അപ്പോൾ അതിലെത്രയോ ഞങ്ങൾ 80 മില്യൺ കോപ്പീസ് സെൽ ചെയ്യുന്നു. അപ്പം പെട്ടെന്ന് ഇയാൾക്ക് ഇങ്ങനെ തോന്നുക, അപ്പോൾ ഞാനൊരു പുസ്തകം എഴുതി, അത് ഇത്രയും ആൾക്കാർ ചെയ്യുന്ന അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കിട്ടി, അങ്ങനെ ആ സമയത്ത് എനിക്ക് ഇത്രയും ഡോളേഴ്സ് ഉണ്ടാകും. അങ്ങനെ കാരണം ഇയാൾ എത്രയോ പ്രാവശ്യം ഗ്രാൻഡ്മാൻ്റെ വീട്ടിൽ പോയിക്കണ്, എത്രയോ പ്രാവശ്യം അവിടെ ടോയ്ലറ്റിൽ പോയി കുളിക്കുക എല്ലാവരും ചെയ്തിട്ട്. പക്ഷേ ഈ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ മുന്നിലേക്ക് വരുന്നത് അത് പെട്ടെന്ന് ട്രിഗർ ആവും. അത് ശരിയാണല്ലോ. അപ്പോൾ തന്നെ നമ്മളെ മൈൻഡ് കണക്റ്റ് ആയിട്ട് ആ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചില സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കാം. സൂപ്പർ മാർക്കറ്റിൽ പോവുക, അങ്ങനത്തെ ഓരോ സമയത്ത് പെട്ടെന്ന് ചില സാധനം കാണുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഐഡിയ സ്ട്രൈക്ക് ആവും. അതൊരു $1 മില്യൺ ഐഡിയ തന്നെയാവും. പക്ഷെ അത് വന്നു കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ ലോ പട്ടണം ചെയ്ത് ആരും പൈസ ഒന്നും കൊണ്ടുതരാൻ പോണില്ല. അതിന് ഇതുപോലത്തെ ഐഡിയകൾ ഉണ്ടാവണം. അതിന് നിങ്ങൾ പർസ്യൂ ചെയ്യണം. പർസ്യൂ ചെയ്യുമ്പോൾ മാത്രം അതൊരു $1 മില്യൺ ഐഡിയ ഒക്കെ ആയ സമയത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളത് ഇറങ്ങിച്ചില്ലാണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പലരും വരും. അത് ഒരു മാജിക് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്ന വഴി, നമ്മൾ ആ ഒരു വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വഴി സംഭവിക്കുന്നതാണ്. കാരണം റുട്ടീൻ ലൈഫല്ല. മറ്റേത് നമ്മൾ ലൈഫ് പോകുന്നു, നമ്മൾ പല ഈവൻറ്റ്സ് വരുന്നു, അതിൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാമാണ്, അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നു, ആ രീതിയിലങ്ങ് പോകും. പക്ഷേ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു ക്രിയേറ്ററായി മാറുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലും, പക്ഷേ ഇതിൽ ഞാൻ ഇപ്പോൾ പറയുന്നത് മെയിനായിട്ട് മൈൻഡിന് 4 ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതിലിപ്പം
സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, പിന്നെ സൂപ്പർ കോൺഷ്യസ് മൈൻഡ്. ഈ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈൻ ഇൻ്റലിജൻസ് തന്നെയാണ്. അത്രയും ദൈവത്തിൻ്റെ ഒരു അംശം തന്നെയാണ് നമ്മൾ. അഹം ബ്രഹ്മാംസി എന്നൊക്കെ പറയുന്ന അതേ ഒരു സംഭവം പോലെ തന്നെ അവിടെയുള്ള ആ ഒരു ഇൻ്റലിജൻസ് നമ്മുടെ ഉള്ളിലും ഉണ്ട്. അപ്പം അതിലേക്ക് എത്തുക എന്നാണ് നമ്മുടെ ഒരു പർപ്പസ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ എല്ലാ ഡിസയറും നിൽക്കുന്നത്. എല്ലാ ഡിസയറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. പക്ഷേ ആ ഡിസയറിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ജീവിച്ച് വന്ന സാഹചര്യം, നമ്മൾ പണ്ട് മുതൽ കേട്ട് വന്ന ഓരോ കാര്യങ്ങൾ, പൈസ ഒന്നും അങ്ങനെ കിട്ടാൻ പോകില്ല, അങ്ങനത്തെ ഓരോ സംഭവം വിളിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ലിമിറ്റിംഗ് ബിലീഫിൽ അങ്ങോട്ട് പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ലിമിറ്റിംഗ് ബിലീഫുകൾ നമ്മൾ പൊട്ടിക്കണം. അതിനാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ, അത് നമ്മൾ കണ്ട് നമുക്കത് പറ്റും നല്ലൊരു ഇതിലേക്ക് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ എത്തുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു പൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റിംഗ് ബിലീഫ് മൊത്തമായിട്ട് റിമൂവ് ചെയ്യുന്ന വഴി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര ഷാർപ്പാവുകയാണ്. പിന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഭയങ്കര ആക്സലറേറ്റ് ആവുകയും ചെയ്യും. അപ്പം അതിനൊന്ന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന മെത്തേഡ്സ് അല്ല, എന്നാലും ഞാൻ ഷെയർ ചെയ്യാം ഈ വീഡിയോ തന്നെ. കാരണം അങ്ങനെ ചെയ്ത ലിമിറ്റിംഗ് ബിലീഫൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ട്രാംപോളിനിൽ കയറി ചാടും പോലെയാണ്. പെട്ടെന്ന് നമുക്ക് അത്രയും ലെവലിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സലറേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യങ്ങൾ. പിന്നെയുള്ളത് അൺകോൺഷ്യസ് മൈൻഡാണ്. അൺകോൺഷ്യസ് മൈൻഡ് നമ്മൾ ഇപ്പം ഉറങ്ങുക ആ സമയത്തൊക്കെയാണ് ഈ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ആക്റ്റീവ് വരുന്നത്. അൺകോൺഷ്യസ് മൈൻഡ് നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മുടെ പ്രൈമോഡിയൽ വിഷ്, നമുക്ക് ആദ്യം തന്നെ ഉണ്ടായ പല വിഷുകളും ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ സമയത്ത് തന്നെ പല സാധനങ്ങളും ഇപ്പം നമ്മൾക്കത് ലീസ്റ്റ് ബോധേഡായ സംഭവങ്ങൾ വരെ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്ററായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വിഷുകളും അങ്ങനത്തെ ബിലീഫിലും ഒരു ലിമിറ്റഡായി കിടക്കുകയാണെങ്കിൽ എപ്പോഴും ആ ഒരു സംഭവം നമുക്കിപ്പം കോൺഷ്യസ് മൈൻഡ് നമുക്ക് അറിയും കൂടി ഇല്ല അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവിടെ രജിസ്റ്ററായി കിടക്കുന്നുണ്ട്. അതിന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് എപ്പോഴും ഈ ചൊട്ട മുതൽ ചടല വരെ എന്നൊക്കെ പറയും പോലെ അങ്ങനത്തെ ചില ശീലങ്ങൾ, ചില കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ലൈഫിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഗുഡ് ആൻഡ് ഈവിൾ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് തന്നെയാണ്. പിന്നെ പറയാനുള്ള കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ റീസണിങ് മൈൻഡ്. നമ്മളിപ്പം സോ കോൾഡ് കോൺഷ്യസ് എന്നേ പറയാൻ പറ്റുള്ളൂ, നമ്മൾ ഫുള്ളി കോൺഷ്യസ് അല്ല. അപ്പോൾ അതിനെക്കുറിച്ച് വേറെ ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യണം. അപ്പോൾ ആ കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ മുന്നിൽ വരുന്നു, അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ റീസണിങ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് കോൺഷ്യസ് മൈൻഡിൽ പെടുന്നത്. അപ്പം ഇത് ക്ലിയർ ആക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഫർമേഷൻസ് വിഷ്വലൈസേഷൻ ചെയ്താൽ മതി. അല്ലാണ്ട് സ്പിരിച്വൽ ലെവലിൽ ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞാൽ ഇനിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എല്ലാവർക്കും അങ്ങനെ ഡൈജസ്റ്റ് ആവണമെന്നില്ല. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സൈക്കോളജിക്കലിയും സ്പിരിച്വലിയും കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് എത്താൻ പറ്റും. അപ്പം നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഫുള്ളി പ്യൂരിഫൈ ഫുള്ളി ക്ലൻസ് ചെയ്ത് ആ രീതിയിലാവട്ടെ, ഈ നെഗറ്റീവ് ലിമിറ്റിംഗ് ബിലീഫൊക്കെ പോട്ടെ എന്ന് നിങ്ങൾ ഹയർ സെൽഫ്, കാരണം നമ്മുടെ ഒരു സോളുണ്ട്, സോളിൻ്റെ മുകളിൽ ഒരു സോളുണ്ട്, ഹയർ സോൾ എന്ന് നമ്മൾ പറയും. ആ ഹയർ സോളിൻ്റെ ഒരു അംശം മാത്രമാണ് സോളായി വന്ന് ആ സോളിൻ്റെ ഒരു ഫിസിക്കൽ ബോഡി മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഹയർ സോളിനോടാണ് കാര്യമായിട്ട് അത് പറയേണ്ടത്. നമ്മൾ എന്തെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് മനസ്സിലിങ്ങനെ ഒരു പ്രയർ പോലെ നമ്മൾ പറയാം ആ ഹയർ സോളിനോട്. കാരണം ഇങ്ങനത്തെ എൻ്റെ കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും ഉള്ള എല്ലാ ലിമിറ്റിംഗ് ഈ ക്ലട്ടേഴ്സ് എല്ലാമേ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാം. പിന്നെ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഒന്നും കൂടി പവർഫുൾ ആവാനും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലെ ഈ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് എല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ദൈവത്തിന് അംശമായ നമ്മൾ തന്നെ യൂണിവേഴ്സിനോട് തന്നെ പറയാം. കാരണം ചോദിക്കാതെ ഒന്നും നമുക്ക് കിട്ടൂല. കാരണം അത്രയും നമ്മളും ദൈവവും അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പോൾ എങ്ങനെയെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം ആ കണക്ഷനിൽ കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ റിസൾട്ടും വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പവർ ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും, പക്ഷേ അതാണ് സത്യം. അപ്പം അങ്ങനെ ചെയ്യുന്ന വഴി തന്നെ നമ്മുടെ ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഈ ക്ലട്ടേഴ്സ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ സൂപ്പർ കോൺഷ്യസ് ഒന്നും കൂടി ഹൈപ്പർലി ആക്റ്റീവ് ആക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ഒന്നും കൂടി മാനിഫെസ്റ്റേഷൻ മറ്റു കാര്യങ്ങൾ ആക്സലറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഈ സംഭവങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യുന്ന കാര്യം, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം. അതങ്ങനെ ചെയ്ത ആൾക്കാർക്ക് തന്നെയാണ്, അല്ലാത്ത ആൾക്കാർ അത് എടുക്കണം എന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന എല്ലാ സംഭവവും എടുക്കരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം
നിങ്ങൾക്ക് സെൻസിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം എടുക്കുക. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അഫർമേഷൻസും വിഷ്വലൈസേഷനും വെച്ച് തന്നെ പ്രോഗ്രാം ചെയ്താൽ മതി. അതുപോലെ തന്നെ നല്ല ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.